യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാം. പണ്ഡിതരെല്ലാം അതിനെ പ്രധാനമായും പല രീതിയിൽ അതിനെ തരംതിരിക്കുന്നുണ്ട് എങ്കിലും പ്രധാനമായും 2 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. ബുക്ക് ഓഫ് സയൻസ് ആൻഡ് ബുക്ക് ഓഫ് ഗ്ലോറി. അടയാളങ്ങളുടെ പുസ്തകമെന്നും മഹത്വത്തിൻ്റെ പുസ്തകമെന്നും യോഹന്നാന്റെ സുവിശേഷത്തെ പ്രധാനമായും പല രീതിയിൽ അതിനെ ഭാഗിക്കുന്നവർ പണ്ഡിതരുണ്ട്. പക്ഷേ എങ്കിലും പൊതുവായി ഞാൻ പറയുകയാണ് ബുക്ക് ഓഫ് സയൻസ് ആൻഡ് ബുക്ക് ഓഫ് ഗ്ലോറി. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ ബുക്ക് ഓഫ് സയൻസ്, അടയാളങ്ങളുടെ പുസ്തകമെന്നും, തുടർന്ന് 13 മുതൽ ഉള്ള അധ്യായങ്ങൾ ബുക്ക് ഓഫ് ഗ്ലോറി എന്നാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് 13-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ഇവിടെ ഒരറിവിനെ കുറിച്ചാണ്, യേശുവിൻ്റെ ഒരറിവിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. ഈ അറിവിൽ നിന്നാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് വരുന്നുള്ള അധ്യായങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിലെ 4 ദിവസത്തെ കാര്യങ്ങളാണ് സമ്യക്കായി അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. 13 മുതൽ വേണമെങ്കിൽ 21-ാം അധ്യായം ഉൾപ്പെടെ അല്ലെങ്കിൽ 20 ഉൾപ്പെടെയുള്ള അധ്യായങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ. എന്താണ് ഈ അറിവ് എന്ന് പറയുന്നത്? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഒയിഡ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. ഈ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പെർസെപ്ഷൻ, ഒരു ഡിവൈൻ നോളജ് എന്നൊക്കെ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. ഒയിഡ. യേശു അറിഞ്ഞു ഈ ലോകം വിട്ട് എനിക്ക് യാത്രയാകണമെന്നുള്ള ഒരു അറിവിലേക്ക് ഈശോ വന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. ഈ അറിവിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് തുടർന്നു വരുന്ന പ്രവൃത്തികളെല്ലാം ഈശോ ചെയ്യുന്നതായി യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഈ ഒയിഡ എന്ന് പറയുന്ന വാക്കിന് കോൺഷ്യസ്നെസ് എന്നുകൂടി അർത്ഥമുണ്ട്. അതായത് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ, ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ പതിഞ്ഞു അല്ലെങ്കിൽ യേശുവിലേക്ക് നിറഞ്ഞു എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വ്രതങ്ങൾ സ്വീകരിച്ച് കമ്മിറ്റ്മെൻറ്റോടുകൂടെ മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ അതൊരു ഡിവൈൻ നോളജായി, ഒരു ഡിവൈൻ പെർസെപ്ഷനായി നമ്മുടെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആ വ്രതങ്ങളിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. പലപ്പോഴും നമുക്ക് കൈമോശം വരുന്നത് ഈ ബോധമണ്ഡലത്തിലേക്കും ഒരു ദൈവികമായിട്ടുള്ള അറിവിലേക്കും ഈ വ്രതങ്ങളെ നമ്മൾ കൊണ്ടുവരാത്തത് കൊണ്ടാണ്. അത് നമ്മുടെ ആത്മീയ ജീവിതമായാലും നമ്മുടെ സമർപ്പിത ജീവിതമായാലും ഈ ഒരു ബോധമണ്ഡലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തണം. അതിനുദാഹരണം യേശു തന്നെയാണ്. തുടർന്നങ്ങോട്ടാണ് മനോഹരമായ യേശു 13-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു. 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, 15-ാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയും ശാഖകളും, ഇനി മുതൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരാണെന്ന് വിളിക്കുക, ദാസന്മാരല്ല എന്നൊക്കെ പറഞ്ഞ് 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി ഈശോ പഠിപ്പിക്കുന്നു. 17-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 18, 19 അധ്യായങ്ങൾ യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നു. 20-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് നമ്മുടെ സമർപ്പിത ജീവിതത്തെക്കുറിച്ചുള്ള ആഴമായിട്ടുള്ളൊരു ഡിവൈൻ നോളജ്, ഡിവൈൻ പെർസെപ്ഷൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ഈ ആഴമായിട്ടുള്ള പെർസെപ്ഷനിൽ ഡിവൈൻ നോളജ് അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ് ലെവലിലേക്ക് നമ്മുടെ സമർപ്പിത ജീവിതത്തെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആഴപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബ്രഹ്മചര്യ വ്രതത്തെക്കുറിച്ച് നമ്മൾ പരിചിന്തനം നടത്തുന്നത്. നമ്മൾ ഒത്തിരിയേറെ ക്ലാസ്സുകളും പഠനങ്ങളും ഒക്കെ കേൾക്കുകയും ക്ലാസ് എടുക്കുന്നവരും പഠിക്കുന്നവരുമൊക്കെ ആയിരിക്കും.
പക്ഷേ ഒന്നുകൂടെ ഈ ധ്യാനാവസരത്തിൽ അതിനെ ആഴപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കുറച്ച് സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മചര്യവ്രതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സന്യാസികളാണല്ലോ ഈ ബ്രഹ്മചര്യവ്രതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സന്യാസികളാണല്ലോ അതനുസരിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ആരാണ് സന്യാസി എന്നുകൂടെ അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തുടങ്ങി ബ്രഹ്മചര്യവ്രതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വിളിയുടെ അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവ് നമ്മളെ വിളിച്ചതുകൊണ്ടാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായി ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ മേന്മ കൊണ്ടോ, നമ്മുടെ കുലീനത്വം കൊണ്ടോ, നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടോ അല്ല. ഈശോ നമ്മെ പേര് ചൊല്ലി വിളിച്ചതുകൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾ സമർപ്പിത ജീവിതത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞ ഒരു ആഴമായ ബോധ്യം നമ്മുടെ സമർപ്പിത ജീവിതത്തിലുണ്ടാണ്. ഈശോയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഈശോ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഈ സന്യാസ സമൂഹത്തിലായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടുന്ന കൃപ എനിക്ക് കർത്താവ് തന്നിരിക്കുന്നതെന്നുള്ള വലിയ ബോധ്യം ആദ്യമേ തന്നെ ഉണ്ടാകട്ടെ. ഇപ്പോൾ നമ്മുടെ വിളിയുടെ അല്ലെങ്കിൽ സന്യാസ സമർപ്പിത ജീവിതത്തിൻ്റെ വിളിയുടെ തുടക്കം എന്ന് പറയുന്നത് അത് കർത്താവിൽ നിന്നാണ്. അതുകൊണ്ട് സന്യാസം അത് കർത്താവിൻ്റെ ക്ഷണമാണ് എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ. അതോടൊപ്പം നമ്മൾ സന്യാസികൾ ആരാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി തന്നെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നവർ സന്യാസികളാണ്. മാലാഖമാരെ പോലെ ഈ ഭൂമിയിൽ ജീവിതം നയിക്കുന്നവരാണ് സന്യാസികളെന്ന് നമ്മൾ പറയാറുണ്ട്. സഭയെ വിശുദ്ധീകരിക്കുവാനാണ് സന്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സന്യാസത്തെക്കുറിച്ച് ആഴമായ ബോധ്യം ഉണ്ടായാൽ മാത്രമേ അതിനെ നമ്മെ സഹായിക്കുന്ന വ്രതങ്ങളെക്കുറിച്ച് കൂടെ നമുക്ക് ചിന്തിക്കുവാനും പരിചിന്തനം നടത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ആരാണ് ഒരു സന്യാസി എന്നുള്ളതിന് CMI സഭയിലെ ദൈവദാസനായിരിക്കുന്ന കനീസീസ് അച്ഛൻ മനോഹരമായിട്ടുള്ളൊരു ഡെഫിനീഷൻ നൽകുന്നുണ്ട്. ആരാണ് ഒരു സന്യാസി? ആ ഡെഫിനീഷൻ ഇപ്രകാരമാണ്. അതിനേക്കാളും മുൻപ് ആരാണ് ഈ ദൈവദാസൻ കനീസീസ് അച്ഛൻ എന്ന് കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 1914 ജനിച്ച് 1998 ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായ ഒരു പുണ്യാത്മാവ്. CMI സഭയുടെ ജനറാളച്ചനായും ധർമാരാം കോളേജ് ഡക്ടറച്ചനായും ദേവമാതാ പ്രവിശ്യയുടെ പ്രൊവിൻഷ്യാളച്ചനൊക്കെയായി സുത്യർഹമായ രീതിയിൽ ശുശ്രൂഷ ചെയ്ത് അവസാനത്തെ 16 വർഷക്കാലം പ്രാർത്ഥനയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിയാരത്ത് ദിവ്യകാരുണ്യ സന്നിധിയിൽ മാത്രം ചെലവഴിച്ച് ദൈവസാധകനാണ്, സന്യാസവര്യനാണ്, സന്യാസ ശ്രേഷ്ഠനാണ് ദൈവദാസനായ കനീസീസ് അച്ഛൻ. അദ്ദേഹം ഒരു സന്യാസി ആരായിരിക്കണമെന്നുള്ള ഒരു നിർവചനം നൽകുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: വർഷിപ്പിംഗ് ബ്രദറൻ, യുണൈറ്റഡ് ഇൻ ലവ് ആൻഡ് എൻഗേജ്ഡ് ഇൻ എക്സ്റ്റെൻഡിങ് ദ ഡിമെൻഷൻസ് ഓഫ് ദാറ്റ്. ഒരു സന്യാസി എന്ന് പറയുന്നത് വർഷിപ്പിംഗ് ബ്രദറൻ, യുണൈറ്റഡ് ഇൻ ലവ് ആൻഡ് എൻഗേജ്ഡ് ഇൻ എക്സ്റ്റെൻഡിങ് ദ ഡിമെൻഷൻസ് ഓഫ് ദാറ്റ് ലവ്. ഒന്നുകൂടി മലയാളത്തിൽ അതിനെ ഭാഷാന്തരീകരണം നടത്തി കഴിഞ്ഞാൽ സ്നേഹത്തിൽ ഐക്യപ്പെടുകയും ആ സ്നേഹത്തിൻ്റെ സീമകൾ വ്യാപിപ്പിക്കുന്നതിൽ വ്യാപൃതരായിരിക്കുകയും ചെയ്യുന്ന ആരാധകരായ സഹോദരങ്ങളാണ് സന്യാസികൾ. ഒന്നുകൂടെ, സ്നേഹത്തിൽ ഐക്യപ്പെടുകയും സ്നേഹത്തിൽ ഒന്നായിത്തീരും, സ്നേഹത്തിൽ ഐക്യപ്പെടുകയും ആ സ്നേഹത്തിൻ്റെ സീമകൾ, അതിൻ്റെ അതിർവരമ്പുകൾ അനുദിനം മറ്റുള്ളവരിലേക്ക്, മറ്റുള്ള വ്യക്തികളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ വ്യാപൃതരായിരിക്കുകയും ചെയ്യുന്ന ആരാധകരായ സഹോദരങ്ങളാണ് സന്യാസികൾ. ഇതാണ് സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നിർവചനം ദൈവദാസനായ കനീസീസ് അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നത്. ആരാധകരായ സന്യാസികൾ അല്ലെങ്കിൽ ആരാധകരായ സഹോദരങ്ങളാണ് സന്യാസികൾ എന്ന് പറയുമ്പോൾ ദൈവദാസനായ കനീസീസ് അച്ഛന് ആഴമായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. ആരാണ് ഒരു ക്രിസ്ത്യാനി എന്നും
ഒരു ക്രിസ്ത്യാനി ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവിന് പൂർണ്ണമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ആരാധകരായ സഹോദരങ്ങളാണ്. ജ്ഞാനസ്നാനത്തെ അദ്ദേഹം കാണുന്നത് ഇപ്പോഴാണ്. അദ്ദേഹം ബാക്കടിച്ചു പോവുകയാണ്. സന്യാസത്തിന്റെ വീണ്ടും പുറകിലേക്ക് പോയി. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവാരാധനയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെടുന്നു. അതാണ് ഒരു ക്രിസ്ത്യാനി മാമോദീസ സ്വീകരിക്കുമ്പോൾ, ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ അവൻ ദൈവാരാധനയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെടുന്നു എന്നാണ് ദൈവദാസനായ കനീസിസ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയുടെയും അടിസ്ഥാന ഉത്തരവാദിത്തം, അടിസ്ഥാന ജോലി എന്ന് പറയുന്നത് അവൻ ദൈവാരാധനയ്ക്കായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിൽ നിന്നാണ് സന്യാസം പടുത്തുയർത്തപ്പെടുന്നത്. അതാണ് അടിസ്ഥാനം. ആരാധകരായ സഹോദരങ്ങളായി തീരുക എന്നുള്ളതാണ് ഒരു വ്യക്തി ജ്ഞാനസ്നാനത്തിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നിട്ടോ തുടർന്ന് കനീസിസൻ പറയുകയാണ്, ഇങ്ങനെ ജ്ഞാനസ്നാനത്തിലൂടെ ദൈവാരാധനയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ വ്രതങ്ങളിലൂടെ ഇങ്ങനെയുള്ള ജ്ഞാനസ്നാന പ്രതിഷ്ഠയെ സ്ഥിരീകരണം നടത്തുന്നു. അതിൻ്റെ തീവ്രീകരണവുമാണ് സന്യാസം അല്ലെങ്കിൽ സന്യാസ സമർപ്പണം എന്ന് പറയുന്നത്. ഒരു വ്യക്തി മാമോദീസായിലൂടെ ക്രിസ്ത്യാനിയാകുന്നു. ആ ക്രിസ്ത്യാനിയാണ് പിന്നീട് എങ്ങനെ ജ്ഞാനസ്നാന പ്രതിഷ്ഠയുടെ സ്ഥിരീകരണം, ജ്ഞാനസ്നാന പ്രതിഷ്ഠയുടെ തീവ്രീകരണം സമർപ്പിത ജീവിതത്തിൽ നയിക്കുവാൻ തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നത്. ജ്ഞാനസ്നാന പ്രതിഷ്ഠയുടെ സ്ഥിരീകരണവും അല്ലെങ്കിൽ തീവ്രീകരണവുമാണ് ഒരു സന്യാസ വ്രതങ്ങൾ എടുത്തിരിക്കുന്ന വ്യക്തി എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹത്തിൽ ഐക്യപ്പെടണം. ആ സ്നേഹത്തിൻ്റെ സീമകൾ വ്യാപിക്കുന്നതിൽ വ്യാപൃതരായിരിക്കണം. കർത്താവിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആരാധകരായ സഹോദരങ്ങളാണ് ഒരു സന്യാസി എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വ്രതത്രയങ്ങളിലെ പ്രമുഖമായ ബ്രഹ്മചര്യ വ്രതത്തെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. ബ്രഹ്മചര്യ വ്രതത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ CMI സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്ന നിർവചനം ഇപ്രകാരമാണ്. ബ്രഹ്മചര്യവ്രതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ കോൾ ടു എ ഗ്രേറ്റർ ലവ് ഓഫ് ഗാഡ് ആൻഡ് ഓഫ് അവർ നെയ്ബർ. എ കോൾ ടു എ ഗ്രേറ്റർ ലവ് ഓഫ് ഗാഡ് ആൻഡ് ഓഫ് അവർ നെയ്ബർ. അതോടൊപ്പം ഉദാഹരണമായി അല്ലെങ്കിൽ മാതൃകയായി എടുത്തു കാണിക്കുന്നത് സെൽഫ് എംപ്റ്റിയിങ്, സെൽഫ്ലെസ് ലവ്, സർവീസ് ടു ഹ്യൂമാനിറ്റി. ഇതാണ് ഒരു സന്യാസി ചെയ്യുന്നതെന്നാണ് CMI സഭയുടെ നിയമാവലി നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. ഒരു ഗ്രേറ്റർ ലവിലേക്ക്, ഉയർന്ന ഒരു സ്നേഹത്തിലേക്കുള്ള ഒരു വിളിയാണിത്. ഉയർന്നൊരു സ്നേഹത്തിലേക്കുള്ള വിളി മാത്രമല്ല, ദൈവത്തോടുള്ള ഉയർന്നൊരു സ്നേഹത്തിലേക്കുള്ള വിളി മാത്രമല്ല, അതിനേക്കാൾ ഉപരി സ്വന്തം സഹോദരങ്ങളെ കൂടെ സ്നേഹിക്കാനുള്ള ഒരു ഉയർന്ന വിളിയാണ് ബ്രഹ്മചര്യവ്രതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് CMI സഭയുടെ നിയമാവലി പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യ സ്വഭാവത്തിന് സാധ്യമാകാത്തത് സിദ്ധി മൂലം സാധ്യമാകുന്നു ബ്രഹ്മചര്യവ്രതത്തിലൂടെ. മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-2 അധ്യായങ്ങളിൽ നമുക്കതിനെ വ്യക്തമായി ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ദൈവം ആദിയിൽ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അവർ ഒന്നായി തീർന്നു എന്നുള്ള ചരിത്രങ്ങൾ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് മാനുഷിക സ്വഭാവം എന്ന് പറയുന്നത്. ഈ മാനുഷിക സ്വഭാവത്തിന് സാധ്യമാകാത്തത്, ഒരു മനുഷ്യൻ്റെ ടെൻഡൻസി, അവൻ്റെ സ്വഭാവത്താലെ തന്നെ അങ്ങനെയാണ് വിവാഹിതരായി ജീവിക്കേണ്ടതാണ് എന്നുള്ളതിനെ ഒരു ഉയർന്ന നിലയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സിദ്ധി, സ്പെഷ്യൽ കാരിസം ലഭിച്ചതുകൊണ്ട്, വേണമെങ്കിൽ നമുക്കതിനെ ബ്രഹ്മചര്യ സിദ്ധി ലഭിച്ചതുകൊണ്ടാണ് അവൻ ബ്രഹ്മചര്യവ്രതം സ്വീകരിച്ചുകൊണ്ട് ഒരു സന്യാസിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ബ്രഹ്മചര്യവ്രതത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ
നമുക്ക് 3 വ്യക്തികളെ കൂടെ ഈ ബ്രഹ്മചര്യ വ്രതത്തിൽ എന്താണ് അവരുടെ കാഴ്ചപ്പാട് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് നല്ലതാണ്. എന്താണ് ബ്രഹ്മചര്യ വ്രതത്തിൽ ഈ 3 വ്യക്തികൾ, പ്രത്യേകിച്ച് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആരാണ് ഈ 3 വ്യക്തികൾ? ഒന്ന് പരിശുദ്ധ അമ്മ തന്നെ, രണ്ടാമത്തേത് ഈശോ, മറ്റേത് വിശുദ്ധ പൗലോസ്. ഇവർ 3 പേരും എന്താണ് ഈ ബ്രഹ്മചര്യ വ്രതവുമായി ബന്ധപ്പെട്ട് തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്നുകൂടെ നമ്മൾ പരിശോധിച്ചറിയുകയാണ്. ഒന്നാമത്തേത് പരിശുദ്ധ അമ്മ തന്നെ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 34-ാമത്തെ തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധ അമ്മയുടെ ന്യായമായിട്ടുള്ള ചോദ്യമാണത്. നമുക്കറിയാം, തിരുവചനത്തിൽ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിയുക എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനീഷൻ പ്രത്യേകിച്ച് പഴയ നിയമത്തിലും പ്രത്യേകിച്ച് പുതിയ നിയമത്തിലും, ഉദാഹരണത്തിന് ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ആദം ഹവ്വയെ അറിഞ്ഞു എന്ന് 4-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, 17-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. അറിയുക എന്നുള്ളതിന് അതൊരു നിർവചനം കൊടുക്കുകയാണെങ്കിൽ, സന്താനോൽപാദന സംബന്ധമായ ലൈംഗിക സംയോജനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അറിയുക എന്നുള്ളതിന് ഒരു നിർവചനം കൊടുക്കാനായിട്ട് സാധിക്കുക. കുറച്ചുകൂടി കട്ടിയേറിയ ഒരു നീണ്ട ഒരു ഡെഫിനീഷനാണത്. അറിയുക, സന്താനോൽപാദന സംബന്ധമായ ലൈംഗിക സംയോജനത്തിൽ ഏർപ്പെടുക. ഇതാണ് അറിയുക എന്നുള്ളതിന് പ്രത്യേകിച്ച് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്ന നിർവചനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ചോദിക്കുന്നത് ഇപ്രകാരമാണ്: ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ ശാരീരിക ഘടന കൊണ്ട് ഒരു മാതാവാകാനുള്ള പ്രാപ്തിയൊക്കെ പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. പക്ഷേ മുൻ നിശ്ചയിച്ച പ്രകാരം സന്താനോൽപാദ സംബന്ധമായ ലൈംഗിക സംയോജകത വേണ്ട എന്ന് വെച്ച് അതുപോലെ ജീവിക്കാമെന്ന് യൗസേപ്പിന് വാക്കുകൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധമ്മ. അതുകൊണ്ടാണ് ന്യായമായിട്ടും പരിശുദ്ധമ്മ ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനെ ഞാൻ അറിയുന്നില്ലല്ലോ. സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ അതിനു വേണ്ടുന്ന ലൈംഗിക സംയോജകത, അങ്ങനെ ലൈംഗിക സംയോജനത്തിൽ ഏർപ്പെടാതെ ജീവിക്കാമെന്ന് വാക്കുകൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമ്മ അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ കന്യകയായിരിക്കും എന്നുള്ളൊരു വാക്കിന് നേരെ വിപരീതമാണല്ലോ ദൂതൻ പറയുന്നത്. അതിനുള്ള മറുപടി ദൂതൻ തന്നെ കൊടുക്കുന്നുണ്ട്. ദൂതൻ പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രിയപ്പെട്ടവരെ, ബ്രഹ്മചര്യ വ്രതത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ അത് തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നത്. ഇത് നിന്റെ കഴിവല്ല, ഇത് നിന്റെ പ്രവൃത്തിയല്ല. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിന്റെ ഉദരം ഒരു വിശുദ്ധ പേടകമായിട്ട് മാറുകയാണ്. പഴയ നിയമത്തിൽ വിശുദ്ധ പേടകത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു വന്നതുപോലെ നിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപി വന്ന് നിറയുന്ന സമയത്ത് നിന്റെ ഉദരം ഒരു വിശുദ്ധ പേടകമായി തീരുകയും പരിശുദ്ധാത്മാവിൻ്റെ അതിസ്വാഭാവികമായ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത പ്രവർത്തനത്തിലൂടെ, ദൈവികമായിട്ടുള്ളൊരു പ്രവർത്തനത്തിലൂടെ ഒരു കുഞ്ഞ് നിന്നിലൂടെ ജനിക്കാനായിട്ട് പോകും. കന്യകാത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആഹ്വാനമനുസരിച്ചുള്ള കന്യാത്വം പൂർണ്ണമായി മനസ്സിലാക്കിയപ്പോഴാണ് പരിശുദ്ധമ്മ ഫിയാത്ത് പറഞ്ഞത്. ആമേൻ, അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്നുള്ള വാക്ക് പരിശുദ്ധമ്മ പറയുന്നത്. ഇതാണ് പരിശുദ്ധ അമ്മ നമ്മെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ബ്രഹ്മചര്യ വ്രതത്തിൻ്റെ
ഒരു മാതൃകയായി നമ്മുടെ മുന്നിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നമുക്ക് വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിന് അതിസ്വാഭാവികമായിട്ടുള്ള ഒരു മാനം ഇതിനുണ്ട്. ഈ അതിസ്വാഭാവികമായിട്ടുള്ള മാനം എന്താണെന്ന് ആഴമായ ബോധ്യം നമുക്കുണ്ടായാലാണ് ഈ ബ്രഹ്മചാരിയായി ബ്രഹ്മചര്യവ്രതം കാത്തുകൊണ്ട്, കന്യകാത്വം കാത്തുകൊണ്ട് ജീവിക്കാൻ, കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. രണ്ടാമത്തെ ഉദാഹരണം ഈശോ തന്നെ പറയുന്ന ഉദാഹരണമാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനത്തിലാണ് ഈശോ എന്താണ് ഇങ്ങനെയുള്ള ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള തിരുവചനമാണ്. പക്ഷെ എങ്കിലും ഒന്നുകൂടെ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിവാഹമോചനത്തെക്കുറിച്ചാണ് അവിടെ പ്രത്യേകിച്ച് യഹൂദർ വന്ന് ഫരിസേയർ അടുത്ത് ചെന്ന് യേശുവിനെ പരീക്ഷിക്കാൻ ചോദിച്ചു. ഏതെങ്കിലും കാരണത്താൽ ഒരുവന് ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്താണ് എന്ന് പറഞ്ഞ് അവസാനം 12-ാമത്തെ തിരുവചനം പറയുമ്പോൾ ഈശോ പഠിപ്പിക്കുന്ന പഠനം ഇപ്രകാരമാണ്: ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. ഈശോ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ബ്രഹ്മചര്യവ്രതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കണമെങ്കിൽ കൃപയെക്കുറിച്ച്, ബ്രഹ്മചര്യ സിദ്ധിയെക്കുറിച്ച് കർത്താവ് സൂചന നൽകുകയാണ്. ഇതിനൊരു കൃപാവരമുണ്ട്. അത് ദൈവം തരുന്ന കൃപാവരമാണ്. ആ ദൈവം തരുന്ന കൃപാവരത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ഈ രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഈശോ ഓർമ്മിപ്പിച്ചു തരികയാണ്. എന്നിട്ട് തുടർന്ന് പറയുന്ന ഉപദേശം കൂടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഈശോ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഡരായി ജനിക്കുന്നവരുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ അതിന് യൂനോക്കൂസ് എന്നാണ്, അല്ലെങ്കിൽ ഷണ്ടൻ എന്നുള്ള വാക്ക്, അതിൻ്റെ വാച്യാർത്ഥം, അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് എലോൺ ഇൻ ബെഡ് എന്നാണ്. കിടപ്പറയിൽ ഏകനായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള ആഴമായിട്ട്. അവൻ ഏകനാണ്. കാരണം വിത്തൗട്ട് എ മാരേജ് പാർട്ട്ണർ ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഷണ്ടൻ എന്നതുകൊണ്ട് അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ ആന്തരികമായ അർത്ഥം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഈശോ പറയുന്നു, ഷണ്ടരായി ജനിക്കുന്നവരുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട്, അതും നമുക്കറിയാവുന്നതാണ്. കാസ്ട്രേഷൻ, ഇങ്ങനെ കാര്യങ്ങൾ നമുക്കറിയാവുന്നവരാണ്. അടുത്തതാണ് നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനം. സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട്. ഈശോ പറയുന്നു, ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മത്തായി ശ്ലീഹ യഹൂദനാണ്, യഹൂദർക്ക് വേണ്ടി എഴുതപ്പെട്ട സുവിശേഷമാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യാഖ്യാനം സ്വർഗരാജ്യത്തെ പ്രതി എന്നുള്ളതിന് പകരമായി നമ്മൾക്കിങ്ങനെ വായിക്കാവുന്നതാണ്: ദൈവത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവർ. ദൈവത്തെ പ്രതി. സ്വർഗരാജ്യത്തെ പ്രതി എന്നുള്ളത് നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ യാഹ്വേ എന്നുള്ള വാക്ക് ഉച്ചരിക്കാറില്ല, അല്ലെങ്കിൽ അതിന് പകരം അദോണായ് എന്നാണ് യഹൂദർ ഉച്ചരിക്കാറുള്ളത്. അതുപോലെ പുതിയ നിയമത്തിൽ യഹൂദനായ മത്തായി യഹൂദർക്ക് ആയി സുവിശേഷം രചിച്ചപ്പോൾ അവിടെ ദൈവത്തെ പ്രതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ദൈവരാജ്യത്തെ പ്രതി എന്ന് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിന് വേറെ മാനങ്ങളും നമുക്ക് നൽകാവുന്നതാണ്. പക്ഷേ ദൈവത്തെ പ്രതി ഷണ്ടത്വം സ്വീകരിക്കുക, ദൈവത്തെ പ്രതി വിത്തൗട്ട് എ മാരേജ് പാർട്ട്ണർ, എലോൺ ഇൻ ബെഡ് എന്നുകൂടെ നമുക്കതിനെ കൂട്ടിച്ചേർക്കുക. ദൈവത്തെ പ്രതി അത് സ്വമനസാൽ ആരുടെയും നിർബന്ധം മൂലം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അന്തസത്ത ഇപ്രകാരമാണ്, അവബോധത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ദൈവത്തെ പ്രതി ഇത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നതാണ്.
അത് വലിയ അവബോധത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എല്ലാറ്റിനും നമുക്ക് ഉത്തരമായി. ബാഹ്യമായ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളും ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളും വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാണെങ്കിൽ നമുക്ക് ഉത്തരം ലഭിക്കുകയില്ല. ഇത് യേശുവിൻ്റെ തന്നെ പഠനങ്ങളും വാക്കുകളും അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ നമുക്ക് ആഴമായ അവബോധം, ദൈവത്തെ പ്രതി ഈ ഷണ്ഡത്വം നമ്മൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഈശോ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെ പ്രതി ഷണ്ഡനായിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാണ് അതിൻ്റെ സാരം. ഈശോ തന്നെ കുറിച്ച് പറയുകയാണ്, ഞാൻ ദൈവത്തെ പ്രതി, എൻ്റെ പിതാവിനെ പ്രതി ഞാൻ ഷണ്ഡത്വം സ്വീകരിച്ചിരിക്കുന്നു. അതിന് സൂചന ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിനെ കാണാതെ പരിശുദ്ധ മറിയവും യൗസേപ്പും തിരിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് തിരിച്ച് ചെന്ന് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഈശോ പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ? പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ, അപ്പായുടെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുവാൻ വേണ്ടി സ്വയം ഷണ്ഡത്വം സ്വീകരിച്ചവനാണ് ഞാനെന്ന് ഈശോ ഒരു തരത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയെ അനുഗമിക്കുന്നവരും സന്യാസ സമർപ്പണത്തിലേക്ക്, ബ്രഹ്മചര്യ ജീവിതത്തിലേക്ക് കടന്നു വന്നവരും യേശുവിനെ അനുഗമിക്കുന്നവരും പ്രഖ്യാപിക്കുന്നത് തന്നെയാണ്: ദൈവത്തെ പ്രതി, ഈശോയെ പ്രതി ഞാൻ ഷണ്ഡനായി ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുക്കുകയാണ്. മറ്റൊരു ഉദാഹരണം വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനമാണ്. പൗലോസ്ലീഹായുടെ ലേഖനം, കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം മുഴുവൻ വിവാഹത്തെപ്പറ്റിയും വിളി അനുസരിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചും അവിവാഹിതരും വിധവകളും എങ്ങനെയായിരിക്കണമെന്നതിനെ കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ ആകത്തുക ഇപ്രകാരമാണ്: ദൈവീക കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നവർക്ക് വിവാഹം വേണ്ട എന്നാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പൗലോസ്ലീഹയുടെ ലേഖന ഭാഗത്തിൽ നിന്ന് ചില വചനങ്ങൾ കൂടെ നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഞാൻ ഈ തിരുവചന ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-35 വരെ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 12 വരെ, അതോടൊപ്പം തന്നെ പൗലോസ്ലീഹായുടെ ലേഖനം കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം. അവിടെ 17-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇത് ദൈവത്തിൻ്റെ വിളിയാണ്, ദൈവത്തിൻ്റെ നിയോഗമാണ്, അതനുസരിച്ച് ജീവിതം നയിക്കട്ടെ. വിവാഹ ബന്ധത്തെക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്നു വീണ്ടും 22-ാം തിരുവചനം, 7-ാം അധ്യായം 22-ാം തിരുവചനം: എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. ബ്രഹ്മചര്യവ്രതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മളെന്നും മനുഷ്യരുടെ അടിമകളായി തീരാൻ നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കരുത് എന്നുകൂടെ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ് 28-ാമത്തെ തിരുവചനം: വിവാഹിതരാകുന്നവർക്ക് ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകും. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാംസത്തിൻ്റെ ക്ലേശം എന്നാണ് ദൈവദാസനായ കനീസിസ് അച്ഛൻ ഈ തിരുവചനത്തെ വ്യാഖ്യാനിക്കുന്നത്. മാംസത്തിൻ്റെ ക്ലേശത്തിൽ നിന്ന് എങ്ങനെ ഒരുവൻ രക്ഷപ്പെടാമെന്ന് ദൈവദാസനായ കനീസിസ് അച്ഛൻ പ്രായോഗികമായി ഒരു ഉണ്ടാകേണ്ട ആഴമായ ബോധ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീണ്ടും അത് കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സമയമനുസരിച്ച് നമുക്ക് കൂടുതൽ അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ്ടും പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു. ദൈവത്തെ പ്രതി ഷണ്ഡത്വം സ്വീകരിച്ചിരിക്കുന്ന വ്യക്തി, അവിവാഹിതനായിരിക്കുന്ന വ്യക്തി കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു. വിവാഹിതൻ സ്വന്തം ഭാര്യ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകും.
ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് എപ്പോഴും സന്യാസ സമർപ്പിത ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൗമികമായ പിരിയാസഹിത്വമുണ്ട്. ഭൗമികമായ പിരിയാസഹിത്വം എന്ന് പറയുന്നത് വിവാഹത്തിലാണ്, ഈ ലോകത്തിൽ. അതോടൊപ്പം തന്നെ നിത്യമായ പിരിയാസഹിത്വവുമുണ്ട്. നിത്യമായ പിരിയാസഹിത്വം ഈ ലോകത്തിൽ നിന്ന് ആരംഭിച്ച് സന്യാസികൾ അതനുസരിച്ച് ജീവിച്ച് നിത്യതയിൽ അതുപോലെ തന്നെ ജീവിക്കുന്ന അവസ്ഥയാണ് നിത്യമായ പിരിയാസഹിത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമയം കൊണ്ട് നമ്മൾ ആരാണ് സന്യാസി എന്നും ആ സന്യാസി ജ്ഞാനസ്നാന വ്രതത്തിൽ എടുത്തിരിക്കുന്ന അതിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ പൂർണ്ണമായിട്ടുള്ള സ്ത്രീകരണവും തീവ്രീകരണവുമാണ് ഒരു സന്യാസിക്ക് ഉണ്ടാകേണ്ടത്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു വ്യക്തി ബ്രഹ്മചര്യ വ്രതത്തിലേക്ക് വരുന്നത്. ആ ബ്രഹ്മചര്യ വ്രതത്തെ പ്രത്യേകമായി തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇതിനെ കണ്ടത്, ഈശോ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, പൗലോസ്ലിയ എങ്ങനെയാണ് അതിനെ വിവക്ഷിക്കുന്നത് എന്നാണ് ഇത്രയും നേരം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്തതായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. സഭാ പഠനങ്ങൾ എന്തു പറയുന്നു? വളരെ ചുരുക്കമായിട്ട് പറയുകയാണ്. ഒന്നാമത്തേത് നമ്മൾ ആരാണ് സന്യാസി എന്ന് കണ്ടു, ബ്രഹ്മചര്യ വ്രതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. സഭാപഠനങ്ങൾ ഒരൊറ്റ വാക്കിൽ, അല്ലെങ്കിൽ പൗരോഹിത്യ ബ്രഹ്മചര്യം ഒറ്റ വാക്കിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമർപ്പിത ബ്രഹ്മചര്യം കൂടി കൂട്ടിച്ചേർക്കാം നമുക്ക്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഇത് പ്രത്യേകിച്ച് പുരോഹിതരെ കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്. ബ്രഹ്മചര്യവ്രതം ഒരേ സമയം ഇടയനടുത്ത സ്നേഹത്തിൻ്റെ അടയാളവും ഉത്തേജന ഘടകവുമാണ്. ഒരേ സമയം ഇടയനടുത്ത സ്നേഹത്തിൻ്റെ അടയാളവും ഉത്തേജന ഘടകവുമാണ്. അതോടൊപ്പം ഇത് ലോകത്തിൽ ആധ്യാത്മിക സമൃദ്ധിയുടെ ഒരു പ്രത്യേക ഉറവിടവുമാണ്. ആധ്യാത്മിക സമൃദ്ധിയുടെ ഉറവിടമാണ് ബ്രഹ്മചര്യ ജീവിതമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബ്രഹ്മചര്യ വ്രതത്തെക്കുറിച്ച് കൂട്ടിച്ചേർത്ത് പറയുന്നതും പഠിപ്പിക്കുന്നതും ഇപ്രകാരമാണ്. ചാസ്റ്റിറ്റി ഈസ് ദ ലില്ലി ഓഫ് വിർച്യൂസ് ആൻഡ് മേക്സ് മെൻ ഓൾമോസ്റ്റ് ഈക്വൽ ടു ഏഞ്ചൽ. ചാസ്റ്റിറ്റി ഈസ് ദ ലില്ലി ഓഫ് വിർച്യൂസ്. പുണ്യങ്ങളിലുള്ള ലില്ലി പുഷ്പമാണ് ബ്രഹ്മചര്യവ്രതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യരെ മാലാകമാർക്കൊപ്പം എത്തിക്കുന്നതാണ് ഈ ബ്രഹ്മചര്യവ്രതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അവസാനത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ താത്വികമായും തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും എന്താണ് ബ്രഹ്മചര്യ വ്രതം എന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി പ്രായോഗികമായി നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കുമ്പോൾ, ഇങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്താണ്, അവരുടെ മനോഭാവം എന്താണ്, അവരുടെ ചിന്താധാര എന്തായിരിക്കും എന്നുള്ളതാണ് അടുത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പ്രായോഗികമായിട്ട് നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട്. ദേവദാസനായ കനീസിസ് അച്ഛൻ്റെ വാക്കുകൾ തന്നെ ഞാൻ കൂട്ടുപിടിക്കുകയാണ്. കന്യാത്വം നേർന്ന് ജീവിക്കുന്ന, അല്ലെങ്കിൽ ബ്രഹ്മചര്യം നേർന്ന് അല്ലെങ്കിൽ സമർപ്പിച്ച് ജീവിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ദൈവദാസനായ കനീസിസ് അച്ഛൻ പ്രത്യേകമായിട്ട് പറയുന്നത്, പ്രതിഷ്ഠിതമായ കന്യാത്വം തെരഞ്ഞെടുക്കുന്നവരാണ് ബ്രഹ്മചാരികൾ എന്നാണ്. പ്രതിഷ്ഠിതമായ കന്യാത്വം എന്താണ്? പ്രതിഷ്ഠിതമായ കന്യാത്വം സ്വന്തം കഴിവുകളും ശക്തിയും പൂർണ്ണമായി ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നതിനുള്ള സാധ്യതയ്ക്ക് വേണ്ടി ആ ഉദ്ദേശത്തോടുകൂടെ ഒരാൾ ആശ്ലേഷിക്കുന്ന കന്യാത്വമാണ് പ്രതിഷ്ഠിതമായ കന്യാത്വം എന്ന സംജ്ഞ കൊണ്ട് അർത്ഥമാക്കും. ഒരിക്കൽ കൂടെ, സ്വന്തം കഴിവുകളും ശക്തിയും പൂർണ്ണമായി ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നതിനുള്ള സാധ്യതയ്ക്ക് വേണ്ടി ആ ഉദ്ദേശത്തോടുകൂടെ ഒരാൾ ആശ്ലേഷിക്കുന്ന കന്യാത്വമാണ് പ്രതിഷ്ഠിതമായ കന്യാത്വം എന്ന സംജ്ഞ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രതിഷ്ഠിതമായ കന്യാത്വം അതിൻ്റെ വെളിച്ചത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാംസത്തിൻ്റെ ക്ലേശത്തിൽ നിന്ന് ഒരു വ്യക്തി എങ്ങനെയാണ് സ്വയം വിടുവിക്കാനായിട്ട് സാധിക്കുക.
പൗലോസ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രതിഷ്ഠിതമായ കന്യാത്തമാണ് അതിനൊരു ഉത്തരം. സ്വാഭാവിക മനുഷ്യനെ മാംസത്തിന്റെ ക്ലേശം ഉണ്ടാകും എന്നുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ദേവദാസനെ കനീസിസ്റ്റം പറയുകയാണ്, പ്രതിഷ്ഠിതമായ കന്യാത്തമാണ് സ്വാഭാവിക മനുഷ്യന് ഇതുപോലെയുള്ള മാംസത്തിന്റെ ക്ലേശത്തിൽ നിന്ന് മുക്തി നേടുവാനായിട്ടുള്ള വഴി. ആ വഴി എങ്ങനെയാണെന്ന് പ്രത്യേകമായിട്ട് കനീസിസ്റ്റൻ ഓർമ്മിച്ചു തരികയാണ്. നിത്യസഖിത്വ ജീവിതം ഈ ലോകത്തിൽ ആരംഭിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 തരത്തിലുള്ള സഖിത്വമുണ്ട്. ഭൗമികമായ സഖിത്വവും അതുപോലെ തന്നെ നിത്യമായ പിരിയാസഖിത്വം. ഭൗമികമായ പിരിയാസഖിത്വം വിവാഹത്തിൽ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നിത്യമായ പിരിയാസഖിത്വം അത് പൂർണ്ണമായി ദൈവത്തിനായി സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ഈ ലോകത്തിൽ മാത്രമല്ല തുടർന്നുള്ള സ്വർഗത്തിലും ഇതുപോലെ ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ചാണ് നിത്യമായ പിരിയാസഖിത്വം. ആ നിത്യമായ പിരിയാസഖിത്വം ഈ ലോകത്തിൽ തന്നെ ആരംഭിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ മനുഷ്യഹൃദയം തേടുന്നത് ദൈവത്തെയാണ്. അതുകൊണ്ട് വിശുദ്ധ അഗസ്റ്റിനോട് കൂട്ടിച്ചേർത്ത് പറയാറുണ്ടല്ലോ, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. ദൈവത്തിൽ വിലയം പ്രാപിക്കുമ്പോഴാണത്രേ ഒരാത്മാവ് അതിൻ്റെ സ്വസ്ഥതയിൽ ലയിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച് മനുഷ്യഹൃദയം തേടുന്നത് ദൈവത്തെയാണ്. മറ്റൊന്നുകൊണ്ടും അതിനൊരു തൃപ്തി വരികയില്ല. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്താനോൽപാദന സംബന്ധമായ ലൈംഗിക സംയോജനത്തിൽ ഏർപ്പെടുന്ന വ്യക്തി, ചിലപ്പോഴൊക്കെ നമ്മൾക്ക് അറിയാവുന്നതുപോലെ ചിലപ്പോൾ ലവ് മാരേജിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, എന്തൊരു സ്നേഹമാണ് അവർക്ക്, എന്തൊരു സന്തോഷമാണ് തുടക്കത്തിലൊക്കെ. പക്ഷേ വിവാഹം കഴിഞ്ഞ് 1-2 മാസങ്ങളോ 1-2 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ അവർ തീരുമാനമെടുക്കുകയാണ്, എനിക്ക് വേണ്ട, ഈ പങ്കാളിയെ വേണ്ട എന്നവർ തീരുമാനമെടുക്കുകയാണ്. ഇതിന് വെളിച്ചത്തിൽ ദേവദാസനെ കനീസിസ്റ്റൻ ഓർമ്മിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഇങ്ങനെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അറിയുമ്പോൾ സാധാരണ രീതിയിൽ സ്നേഹം കുറയാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. സ്നേഹം കുറയാം. അതുകൊണ്ടായിരിക്കണം വിവാഹമോചനങ്ങൾ ധാരാളം നടക്കുന്നത്. സ്നേഹം കുറയാം. എന്നിട്ട് പറയുകയാണ്, അതിനേക്കാൾ ഉപരി ദൈവത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന വ്യക്തി പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ കൂടുതൽ അറിയും തോറും അവനിൽ സ്നേഹം അല്ലെങ്കിൽ ആരാധനാഭാവം അവനിൽ വർദ്ധിക്കുക. അവൻ പൂർണ്ണമായി ദൈവത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഈ പിരിയാസഖിത്വം, അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ അമ്മ ദൈവത്തിനോട് ഫിയാത്ത് പറഞ്ഞപ്പോൾ ഒരു പിരിയാസഖിത്വം ദൈവത്തിനോട് ചേർത്ത് വെച്ച് ആരംഭിക്കുകയാണ്. ആ പിരിയാസഖിത്വം ദൈവത്തിനോട് ചേർത്ത് വെച്ച് ആരംഭിച്ച ആ നിമിഷത്തിൽ തന്നെ ദൂതൻ പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണല്ലോ: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പിന്നെ ദൈവത്തിന്റെ ആത്മാവാണ് ആ വ്യക്തിയെ നയിക്കുന്നത്. അപ്പോൾ ദൈവത്തിനോട് ചേരുന്ന വ്യക്തി ദൈവിക സ്നേഹത്താൽ നിറയും. ദൈവികമായ നിത്യമായ പിരിയാസഖിത്വത്തിലേക്ക് ആ വ്യക്തി വരും. പരിശുദ്ധാരൂപി ആ വ്യക്തിയിൽ വാസമുറപ്പിക്കും. ഇനി ആ വ്യക്തി ദൈവത്തിൻ്റെ ആലയമായി തീരുന്നു. ദൈവത്തിന് പൂർണ്ണമായും പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യക്തി, ഹൃദയം ദൈവത്തിന്റെ വാസസ്ഥലമാകുന്നു. ദൈവാരൂപി ആ വ്യക്തിയിൽ വസിക്കുന്നു. പിന്നീട് സ്വർഗത്തിന്റെ സൗരഭ്യവും സന്തോഷവും സമാധാനവും ആ വ്യക്തിയിൽ നിന്ന് ഉയർക്കൊള്ളുകയായി. ഇങ്ങനെയാണ് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന നിത്യമായ പിരിയാസഖിത്വത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതയായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഇങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മറ്റുള്ളവരെ സ്വന്തം മക്കളായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കും. വിവാഹത്തിൽ അതിന് പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ പൂർണ്ണമായി ദൈവിക സ്നേഹത്തിലേക്ക് എടുക്കപ്പെടുന്ന വ്യക്തി അനേകരെ മറ്റ് മിശിഹാമാരായി രൂപം കൊള്ളിക്കാനായിട്ട് അവർ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരിലും അതുകൊണ്ടാണ് ഈ സ്നേഹം മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്ന ആരാധകരായ സഹോദരങ്ങളാണ് സന്യാസികൾ. ഈ അടിസ്ഥാനപരമായ ഈ സ്നേഹത്തിലേക്ക്, നിത്യമായ പിരിയാസഖിത്വത്തിലേക്ക് ചേർക്കപ്പെടുന്ന വ്യക്തി
ഇതുപോലെ ആ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചുകൊണ്ട് മറ്റുള്ളവരെ മിശിഹായായി രൂപം കൊടുത്തുകൊണ്ട് അവരൊക്കെ ആധ്യാത്മിക മക്കളാക്കി മാറ്റുന്നു. ഒരു ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ, സ്പിരിച്വൽ ഫെക്കുണ്ടിറ്റി എന്ന് പറയുന്ന വാക്ക്. അതിൻ്റെ അടിസ്ഥാനം ഇതാണ്. മിശിഹായെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരും ദൈവത്തിൻ്റെ ആലയമാണെന്ന് കണ്ടുകൊണ്ട് ആധ്യാത്മിക മക്കളായി മറ്റുള്ളവരെ സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികൾക്ക് പിന്നീട് മാംസത്തിൻ്റെ ക്ലേശങ്ങൾ ഉണ്ടാകുകയില്ല എന്നാണ് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. നേരത്തെ പൗലോസ്ലീഹ ഓർമ്മിപ്പിച്ചതുപോലെ അവർ ദൈവത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കുന്നത് എന്നനുസരിച്ചായിരിക്കും അവരുടെ ചിന്ത മുഴുവൻ, അവരുടെ മനോഭാവം മുഴുവൻ, അവരുടെ ജീവിതചര്യ മുഴുവൻ അങ്ങനെയായിരിക്കും. അവരുടെ സംസാരം, നിത്യമായ ബന്ധം, മനോധൈര്യം, ആനന്ദം, അവരുടെ പെരുമാറ്റം, ജീവിതശൈലി എല്ലാം ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കും, മനുഷ്യനെയല്ല, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്നതിനനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാലാഖമാർക്കടുത്ത ജീവിതമാണ് അവർ ജീവിക്കുന്നത്. ഇതിനുള്ള അപജയങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു തരത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇതിനുള്ള അപജയങ്ങൾ പലതരത്തിൽ നമുക്കറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിത്യമായ പിരിയാസഖിത്വം സംഭവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിത്യമായ പിരിയാസഖിത്വം, സന്യാസികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിനോടുള്ള അവകാശ സമത്വം അവൻ സ്വീകരിക്കുകയാണ്. എന്താണ് ദൈവത്തിനോടുള്ള അവകാശ സമത്വം എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ പുത്രനായ ഈശോയ്ക്കുള്ളതെല്ലാം എൻ്റേത് മുഴുവൻ ഈശോയുടേത്. അതാണ് ദൈവത്തോടുള്ള അവകാശ സമത്വം എന്ന് പറയുന്നത്. അത് നമ്മുടെ അവകാശമാണ്. ദൈവത്തിനോട് ചേർന്ന് ദൈവത്തിനായി നിത്യകന്യകാത്വം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ഈശോയ്ക്ക് എന്തെല്ലാം ഉണ്ടോ അത് തന്നെ അവകാശമാക്കാനുള്ള അനുഗ്രഹമാണ് ദൈവം തരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തോടുള്ള അവകാശ സമത്വം എന്ന് പറയുന്നത്. ഈശോയ്ക്കുള്ളത് മുഴുവൻ എൻ്റേത്. അതാണ് ഒന്നാമത്തെ ഫലമായി ഇങ്ങനെ ബ്രഹ്മചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അനന്തമായ ഫലദായകത്വം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാര്യയും ഭർത്താവും അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു. അവരുടെ കുഞ്ഞിൽ, അവരുടെ ജീവിതത്തിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് ഒരു കുഞ്ഞ് അവരിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വരുന്നത്. പക്ഷേ ദൈവവുമായി ചേരുന്ന വ്യക്തിക്ക് ദൈവവുമായി ചേർന്ന് പരിശുദ്ധാരോപിയോട് ചേർന്നുകൊണ്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ട്. ഞാനും എൻ്റെ ദൈവവും ചേർന്നുകൊണ്ട് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് അതനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയായി അതനുസരിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ എനിക്ക് സ്നേഹ സഹോദരന്മാരും സഹോദരിമാരുമായിട്ട് മാറുന്നു. അവരെ ആ രീതിയിലാണ് കാണാൻ സാധിക്കുക. വിവാഹത്തിലാണെങ്കിൽ അതിന് പരിമിതിയുണ്ട്, കുടുംബത്തിൻ്റെ പരിമിതിയുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിന് പരിമിതിയില്ല. അനന്തമായ ഫലദായകത്വമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ രണ്ട് ഫലങ്ങൾ ബ്രഹ്മചര്യവ്രതത്തിലൂടെ നമുക്ക് പ്രത്യേകമായിട്ട് ലഭിക്കുന്നു. ഇനി ബ്രഹ്മചര്യവ്രതം അതിനനുസരിച്ച് ജീവിക്കാൻ എന്തൊക്കെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ കൂടെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇത് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കൃപയാണ്. നേരത്തെ ഈശോയുടെ തന്നെ വാക്കുകൾ നമുക്ക് കടമെടുക്കാം. ഇത് കൃപ ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഈ ദൈവത്തോടൊന്നു ചേർന്നുള്ള ഈ ഷണ്ഡത്വം സ്വീകരിക്കാനായിട്ട് സാധിക്കും. ദൈവികമായുള്ള കൃപ, അതിനെ ബ്രഹ്മചര്യ സിദ്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് നമുക്ക് ആവശ്യം കോൺസ്റ്റന്റ് പ്രയർ, നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമുണ്ട്. ബ്രഹ്മചര്യ വ്രതത്തിൽ ജീവിക്കുന്നതിന് അതിന് നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന ആവശ്യമുണ്ട്. അത് ഓരോരുത്തരും തീരുമാനിച്ചെടുക്കേണ്ടത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ജീവിത രീതി സ്വീകരിച്ചുകൊണ്ട് ഒരു സ്പിരിച്വൽ സ്പേസ് ഒരു വ്യക്തിക്കുണ്ടാകും. അവൻ എവിടെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള ആഴമായിട്ടുള്ള ബോധ്യവും ആ വ്യക്തിക്കുണ്ടാകണം. ഒരു സ്പിരിച്വൽ സ്പേസ് ഒരു വ്യക്തിക്കുണ്ടാകണം. ചിലർ പറയും, ഞാൻ ഈശോയുടെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ഈശോയുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ച് പറയാറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പിരിച്വൽ സ്പേസ് ഞാൻ ഓർക്കുന്നു ഇപ്രകാരമാണ്. കുരിശിൻ്റെ കീഴെ പരിശുദ്ധ അമ്മയും യോഹന്നാനും ഉണ്ട്. യോഹന്നാൻ ഈശോയുടെ
ഈശോ സ്നേഹിച്ച ശിഷ്യനെന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. അവിടെ വെച്ച് വലിയൊരു കൈമാറ്റം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കൈമാറ്റം ഈശോ നമുക്ക് പരിശുദ്ധ അമ്മയെ നൽകുന്നു. ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ ഒരു സ്പിരിച്വൽ സ്പേസ് എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെയും യോഹന്നാൻ്റെയും നടുക്കിലാണ് എൻ്റെ ഒരു സ്പിരിച്വൽ സ്പേസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഞാൻ എന്തു കാണും? കുരിശ് കാണും, രക്ഷാകര രഹസ്യം കാണും, യേശുവിനെ കാണും, യേശുവിൻ്റെ സന്തോഷങ്ങളും പ്രത്യേകിച്ച് സങ്കടങ്ങളും കുരിശുകളും വേദനകളും എല്ലാം കാണും. ഈ ഒരു സ്പിരിച്വൽ സ്പേസാണ് എന്നെ പല രീതിയിൽ മുന്നോട്ട് നയിക്കുവാനായിട്ട് എന്നെ ശക്തനാക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ ഈ ബ്രഹ്മചര്യ വ്രതത്തിൽ അതിൻ്റെ ആഴങ്ങളിൽ ജീവിക്കണമെങ്കിൽ അതിനെ പോയിയുടെ ഒരു കോൺഷ്യസ്നസ് ലെവലിലേക്ക് വരുമ്പോൾ ഒരു സ്പിരിച്വൽ സ്പേസ് നമുക്കുണ്ടാകും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ. അത് ഓരോരുത്തരും കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ സാഹചര്യമാണ്. ഈ സ്പിരിച്വൽ സ്പേസിൽ നിന്നുകൊണ്ട് വേണം, എൻ്റെതായ രീതിയിൽ ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം, ഈ സ്പിരിച്വൽ സ്പേസിൽ നിന്നുകൊണ്ട് വേണം ഓരോ വ്യക്തിയും മുന്നോട്ട് പോകാനായി. പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണം നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ പ്രായോഗികമായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് നമ്മൾ ഭക്തിയുള്ളവരും, വെറുതെ ഒരു ഭക്തിയല്ല, ആഴമായിട്ടുള്ള വലിയ ബോധത്തോടെ സഹായം ചോദിച്ച് ജീവിക്കേണ്ടവരുമാണ്. അതുകൊണ്ടാണ് ഈ സ്പിരിച്വൽ സ്പേസ് എന്നുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. യോഹന്നാൻ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം നമുക്ക് മനസ്സിലാക്കാം, ബ്രഹ്മചര്യത്തിലൂടെ ജീവിച്ച വ്യക്തിയാണ്. അതിനേക്കാളുപരിയായി എല്ലാം സ്നേഹം 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 മാത്രം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള ദൈവകൃപയ്ക്കൊപ്പം ഡിസിപ്ലിൻ ഓഫ് ബോഡി, നമ്മുടെ ശരീരത്തെ അതിൻ്റെ ദുർവാസനകൾക്കനുസരിച്ച് വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃപാവരം. നാച്ചുറൽ ടെൻഡൻസി എല്ലാവരിലും ഉണ്ടാകും. അതിനേക്കാൾ ഉപരിയായി ഒരു ദൈവകൃപയിൽ വളരാനുള്ള വലിയൊരാഗ്രഹം. അതുപോലെ തന്നെ സ്പിരിച്വൽ ഡിസിപ്ലിൻ ഓഫ് ബോഡി, സെൻസസ് ആൻഡ് മൈൻഡ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമുക്ക് അറിയാവുന്നതാണല്ലോ, നമ്മുടെ പലപ്പോഴും ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്, സഭ വിട്ടുപോകുന്നവർ, അല്ലെങ്കിൽ എനിക്കിതിലൊരു സന്തോഷമില്ല എന്നൊക്കെ പറയുന്ന ചില വ്യക്തികളുടെ അവരൊക്കെ സംസാരിച്ച് അവരേതെങ്കിലും കുടുക്കിൽ ചെന്ന് പെടുന്ന സാഹചര്യമുള്ള വ്യക്തികളൊക്കെയായിട്ട് നമ്മൾ സംസാരിക്കും, മനസ്സിലാക്കും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിന്, അവരുടെ ധ്യാന ജീവിതത്തിന് എന്തോ കാര്യമായിട്ടുള്ള തകരാറ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരാധകരായ സഹോദരങ്ങളാണ് സന്യാസികളെന്ന് സൂചിച്ചതുപോലെ ആരാധനയൊക്കെ അവർ മറന്നുപോയി കാണും, ധ്യാനമൊക്കെ മറന്നുപോയി കാണും, ദൈവസാന്നിധ്യവും ദൈവസ്നേഹവും അവർ മറന്നുപോയി കാണും. അങ്ങനെയൊക്കെ ആയിരിക്കും പലതരത്തിലുള്ള കുടുക്കുകളിൽ ചെന്ന് ഓരോരുത്തരും വീഴുന്നത്. ഒരു സ്പിരിച്വൽ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു സ്പിരിച്വൽ ഇൻസ്റ്റിങ്ക്റ്റ്. എന്താണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? പെട്ടെന്ന് ഞാൻ കണ്ണിലേക്ക് എൻ്റെ വിരൽ കൊണ്ടുവന്ന് പെട്ടെന്ന് ഞാൻ കണ്ണടയ്ക്കും. അതൊരു ഇൻസ്റ്റിങ്ക്റ്റാണ്, പെട്ടെന്നുള്ളൊരു പ്രവൃത്തിയാണ് എൻ്റെത്. അതാരും ഒന്നും പറഞ്ഞിട്ടല്ല, അതാരും ഒന്നും ചെയ്തിട്ടല്ല, ആരും എന്നോട് ഓർമ്മിപ്പിച്ചിട്ടല്ല, അതെൻ്റെ ശരീരത്തിലുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതുപോലെ ഒരു ആത്മീയ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ലോകത്തിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും കുരുക്കുകളിൽ നിന്നും വശ്യതകളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റിലീജിയസ് ഡെക്കറം, ഡിഗ്നിറ്റി, സോഷ്യൽ കോണ്ടാക്റ്റിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുള്ള ദേവദാസന കനീസ്റ്റന് പലപ്പോഴും പറയുന്നൊരു വാക്കാണ് മാന്യമായ അകലം, മാന്യമായ അടുപ്പം. മാന്യമായ അകലം, മാന്യമായ അടുപ്പം. മാന്യത എന്ന് ഉള്ളൊരു വാക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോഴും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പരിശോധിച്ചറിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മാന്യമായ അകലം, മാന്യമായ അടുപ്പം. അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ്, നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ആശ്രമങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, അതിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏതൊക്കെയാണെന്നുള്ളൊരു സ്പിരിച്വൽ ഇൻസ്റ്റിങ്ക്റ്റ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുന്ന ഓരോ പ്രോഗ്രാമുകളും എന്താണ് അതിൻ്റെ ആത്മീയമായ ഉന്നതി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആത്മീയമായിട്ടുള്ളൊരു മോറൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും അതിൻ്റെ അപജയങ്ങളൊക്കെ പല രീതിയിൽ, പല സ്ഥലങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകമായി ഒരു സന്യാസി ദിവ്യകാരുണ്യത്തോടും ദിവ്യബലിയോടും
പരിശുദ്ധ അമ്മയോടും അതോടൊപ്പം തങ്ങൾ ജീവിക്കുന്ന സമൂഹത്തോടും കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബ്രഹ്മചര്യവ്രതം പൂർണ്ണമായി സ്വീകരിക്കാൻ, വളരാനായിട്ട് ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് സാധിക്കുക. ഈജിപ്തിലെ മറിയം എന്ന് പറയുന്ന വിശുദ്ധയെക്കുറിച്ച് നമ്മൾ കേട്ട് കാണും. അതുകൂടെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ആ വ്യക്തി, അല്ലെങ്കിൽ ഒത്തിരിയേറെ വിശുദ്ധരെ, ഈ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നമ്മളെ സഹായിക്കണം. എങ്ങനെയാണ് അവർ ബ്രഹ്മചര്യവ്രതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് ഈ ലോകത്തിൽ നിത്യപിരിയാസകിത്വം അവർ ആരംഭിച്ചത് എന്നും അതനുസരിച്ച് അവർ ജീവിച്ചതെന്നുമുള്ള വലിയ ബോധ്യങ്ങളും നമുക്കുണ്ടാകട്ടെ. ഈജിപ്തിലെ മറിയം ഏകദേശം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഈജിപ്തിൽ ജീവിച്ചിരുന്നത്. അത് പിന്നീട് അലക്സാണ്ട്രിയയിൽ പോയി താമസിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകത്തിൻ്റെ വൈകൃതങ്ങളിലേക്ക് വീഴപ്പെട്ടൊരു വ്യക്തിയാണ് ഈജിപ്തിലെ മറിയം എന്ന് പറയുന്ന വ്യക്തി. മറ്റുള്ളവരെ വളരെ കണ്ണിങ്ങായി വീഴ്ത്താനായിട്ട് സാധിക്കുന്നൊരു വ്യക്തി കൂടിയായിരുന്നു. സ്വന്തം സുഖം മാത്രം, സ്വന്തം സന്തോഷം മാത്രം, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ പരിശ്രമിച്ചിരുന്ന വ്യക്തിയാണ്. ഹോളി ലാൻഡിലേക്ക് വരുന്ന തീർത്ഥാടകരെ പോലും വഴിതെറ്റിക്കുമാറ് ജീവിതം നയിച്ചിരുന്ന ഈ വ്യക്തി ഈജിപ്തിൽ നിന്ന് പിന്നീട് ഹോളി ലാൻഡിലേക്ക്, ഇസ്രായേലിലേക്ക് വരുന്നതായി സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ഈ വ്യക്തി, അതുപോലെ ദുർവൃത്ത ജീവിതം നയിച്ചിരുന്ന ഈ വ്യക്തി പിന്നീട് ഹോളി സെപ്പുൾക്കർ ദേവാലയത്തിലേക്ക് കടക്കാനായിട്ട് പരിശ്രമിക്കുന്നു. കർത്താവിൻ്റെ കബറിടത്തിൻ്റെ ദേവാലയം. ആ ദേവാലയത്തിലേക്ക് കടക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഏതൊരു അദൃശ്യ ശക്തി ഈ വ്യക്തിയെ തടയുന്നതായിട്ട്, ഈജിപ്തിലെ മറിയത്തിനെ തടയുന്നതായിട്ട് കാണും. പലവരും ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഇപ്രകാരമാണ്. ആ ദേവാലയത്തിന് പുറത്തുള്ള പരിശുദ്ധ അമ്മയുടെ ഐക്കണിൻ്റെ മുന്നിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയത്രേ. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു അത്രേ. അതിനുശേഷം വലിയൊരു ആഴമായ ബോധ്യം കിട്ടുകയാണ്. നിന്റെ ജീവിതത്തെ തന്നെ നീ നവീകരിക്കുന്നുവെങ്കിൽ നിനക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. തുടർന്ന് ദേവാലയത്തിൽ പ്രവേശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് തീരുമാനമെടുക്കുന്നു, ജോർദാൻ അക്കരെ നീ പോവുകയാണെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹപ്രദമായ ജീവിതമായിട്ട് മാറും. തുടർന്ന് മരുഭൂമിയിൽ ഏകദേശം 40 വർഷത്തോളം ജീവിച്ച് മരണമടഞ്ഞ് ഈ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിച്ച് വളർന്ന വ്യക്തിയാണ് ഈജിപ്തിലെ മറിയം എന്ന് പറയുന്നത്. ഈ ലോകം നമുക്കായി കാഴ്ചവെക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന്, അതുപോലെ ഒത്തിരിയേറെ വിശുദ്ധരെ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സെയിൻറ്റ് ആഗ്നസ് ഓഫ് റോം, വിശുദ്ധ മരിയ ഗൊരേത്തി, വിശുദ്ധ അഗാത്ത പുണ്യവതി, വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടല്ലോ. ശരീരത്തിൻ്റെ സ്വാഭാവിക ജീവിതത്തിനോടുള്ള ആസക്തി വന്ന് ആക്രമിക്കുമ്പോൾ റോസാ ചെടി, മുൾച്ചെടികൾ ഉള്ളിലേക്ക് ചാടിക്കൊണ്ട് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ ഒക്കെ അതിജീവിച്ച സാഹചര്യങ്ങളും, അല്ലെങ്കിൽ മഞ്ഞിൽ ചാടിക്കൊണ്ട് ശരീരത്തിൻ്റെ ആസക്തികളെ അതിജീവിച്ച വ്യക്തി. അതോടൊപ്പം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നവമാധ്യങ്ങളും പലപ്പോഴും സമർപ്പിതരെ, സന്യസ്തരെ പ്രത്യേകമായി തിന്മയുടെ വഴിയിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുക. നന്മയ്ക്കായിട്ടുള്ള ഒത്തിരിയേറെയുണ്ട്, പക്ഷെ അതോടൊപ്പം തിന്മയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളുണ്ട്. ഒരു പ്രാവശ്യം ഒരിക്കലെങ്കിലും അതിൻ്റെ കുടുക്കൽ വീണ കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ്. നമ്മുടെ വിരൽത്തുമ്പിലാണെന്ന് ലോകം മുഴുവൻ ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മളെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ബ്രഹ്മചര്യവ്രതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ ഒരു സ്പിരിച്വൽ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.